ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മഴ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഒന്ന് വയൽ വരെ ഒന്ന് പോയി നോക്കാം. വയലിൽ കഴിഞ്ഞ ദിവസം ഒരു വാഴ ഒടിഞ്ഞു കൊണ്ടിരുന്നേ. അപ്പോൾ എന്താ അവസ്ഥ ഒന്ന് പോയി നോക്കാം. വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വയലിലേക്ക് പോവാണ്. വെള്ളമുണ്ട്, എല്ലാം ശ്രദ്ധിച്ചൊക്കെ പോവാണ്. നോക്കാം. അത്യാവശ്യം വെള്ളമുണ്ട്. ഇതാണ് സ്ഥലം. രസമല്ലേ? കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. എല്ലാ തെങ്ങുമരവും തേങ്ങയില്ല, ആയി വരുന്നുള്ളൂ. വെള്ളം തന്നെയാണ്, വെള്ളം വെള്ളം വെള്ളം. ഇപ്പോൾ കുറഞ്ഞതാണ് കേട്ടോ. ഇവിടെ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വീണ ദിവസം ഞാൻ വന്ന് കൊടുത്തത്. അതൊന്നുകൂടി ഒന്ന് ക്ലിയറാക്കി കെട്ടണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. ഇതാണ് ആ വീണ് പോയത്. വലിയൊരു കൊലയായിരുന്നു, വീണ് പോയി. പിന്നെ അതേ അറ്റത്ത് കാണുന്നുണ്ടോ, അവിടെയുള്ള ഒന്ന് വീണ്. ഇത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ജസ്റ്റ് കെട്ടിയിട്ട് അതൊന്ന് കെട്ടണം. ഓക്കെ, അല്ലെങ്കിൽ ഇതും താഴെ പോകും. പകുതി വെള്ളത്തിലായതുകൊണ്ടേ കണ്ടോ. വെള്ളം കാണിച്ചു തരാം എവിടെ നിൽക്കുന്നത്, അപ്പോൾ മനസ്സിലാവും എത്രത്തോളം വെള്ളം ഉണ്ടാവും. കേട്ടോ, മുട്ടിനടുത്ത് വരെ വെള്ളം ഉണ്ടാവും. അതില്ലാതെ നിൽക്കുന്നത്, ആശാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഫുള്ള് കെട്ടിയിട്ട്. വെള്ളം ഇറങ്ങിയാലാണ് കാണുള്ളൂ, അല്ലാതെ വെള്ളത്തിൽ തന്നെ. കണ്ടോ, അവിടെ കാണില്ലേ, അവിടെ ഒന്ന് അവിടെ ഇത് വഴിയൊന്നും ഇപ്പോൾ പോയിക്കൂടാം, വെള്ളമായതുകൊണ്ടേ. ഓക്കെ, പിന്നെ എല്ലാവരും മഴയൊക്കെ കുറഞ്ഞു വരണ്ടേ നാട്ടിൽ. ചുറ്റുന്നു ചെറിയ കുറവുണ്ട് ഇവിടെയില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ നാട്ടിലൊക്കെ എന്താണ് മഴയായിട്ട് വെള്ളമൊക്കെ കയറുന്നുണ്ടോ? പൊതുവെ എല്ലായിടത്തും മഴ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ കയറെടുത്തിട്ടുണ്ട്, വെട്ടിക്കൊടുക്കാം. കാര്യമില്ലല്ലോ. പിന്നെ എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? കൃഷിയൊക്കെ ഒരുപാട് സ്ഥലത്ത് കൃഷിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. വാഴക്കൃഷി, വയലുള്ള കൃഷികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. നമുക്ക് വെട്ടിക്കൊടുക്കാം.
നോക്കിയ ഭംഗി, നല്ല രസമല്ലേ കാണാൻ. പക്ഷെ സൂക്ഷിക്കണം, നല്ല ആഴമുണ്ട് ഇവിടെയൊക്കെ. കണ്ട പലർക്കും പല ഓർമ്മകളുള്ള സ്ഥലങ്ങളായിരിക്കും വയലുകളും പണ്ടത്തെ കളിസ്ഥലങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അപ്പുറത്തൊരു വാഴയുണ്ട്, അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ പറ്റുമോ നോക്കാം. വെള്ളമാണ്, ഇല്ലാതെ നോക്കണം. നല്ല വെള്ളമുണ്ട്. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ. മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇവിടേക്കാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. ഇതിപ്പോൾ കുറേ സൈഡ് വരാത്തതുകൊണ്ടേ മഴയൊന്നും കാണാണ്ടായി. നോക്കാം, കണ്ട വെള്ളമാണ്, എന്നാലും അത്യാവശ്യം നടന്നു പോവാം. വലിയ മുറിഞ്ഞു വീണെന്ന് പറഞ്ഞില്ല, അതിൻ്റെ അടുത്ത് അത് കാണിച്ചു തരാതാ. കുറച്ച് അങ്ങോട്ട് നടക്കണം, പക്ഷേ ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പറ്റില്ല. നമുക്ക് ആഴം നമുക്ക് കാണുന്നതും അറിയില്ല. അത്യാവശ്യം ആഴമുണ്ട്, അത്യാവശ്യം ചെറിയ ചെറിയ മീനുകൾ ഞാൻ കാണിച്ചില്ല. ഇതുകൊണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല, മീനുകളൊക്കെ ഉണ്ട്. ഓക്കെ, അതാണ് വെള്ളത്തിൽ കൂടി എടുത്തു കൊണ്ടുവന്നാ ഇന്ന്. പക്ഷേ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു, അരേൻ്റെ അടുത്ത് വെള്ളം ഉണ്ടായിരുന്നു. എടുത്തിട്ടില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും, അതുകൊണ്ട് എടുത്തതാണ്. ഓക്കെ, ഇനിയിപ്പോൾ പറ്റുന്ന പോലെ അതൊന്ന് വൃത്തിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കട്ടെ. ജന്തുക്കളും മഴ പെയ്തുകൊണ്ട് ഒഴുകി വരുന്നതോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. സീമക്കൊന്നയാണ്, സീമക്കൊന്ന. അവിടെയൊക്കെ സീമക്കൊന്ന എന്താ പറയുക, സീമക്കൊന്ന ആ തിരുമലൊക്കെ വീട്ടിലാണ് നല്ല സാധനമാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ വള്ളിയൊക്കെ വീണിട്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇതാണിത്. എന്താ പറയുക, വാണിജ്യാടിസ്ഥാനത്തിലൊന്നുമല്ല വെറുതെ ഒരു സുഖമല്ലേ. ഇന്നൊരു സ്ഥലങ്ങളിലൂടെ എനിക്ക് അത്യാവശ്യം ഒന്ന് കാണാൻ പറ്റുന്ന രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വെട്ടിക്കൊടുത്തു. അങ്ങനെ അങ്ങനെ നല്ല ആഴമുണ്ട് കേട്ടോ. ഇവിടെ മീനിനെ കാണുന്നുണ്ടോ? മീനുണ്ട്, ചെറിയ ചെറിയ മീനാണ്, വലുതല്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു തരല് അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതുണ്ട്. ഇവിടെയൊക്കെ കാണാനുണ്ട്. നമുക്കിതിൽ കാണുമെന്ന് അറിയില്ല, ഫ്ലാറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഈ കുറച്ച് പണിയുണ്ട്, ഇപ്പോൾ എല്ലാം ഇതിലാക്കണ്ടെന്ന് വെച്ചില്ല. അപ്പോൾ ഇത് മെല്ലെ താഴ്ത്തി വെച്ചിട്ട് അപ്പുറത്തെ വെള്ളത്തിൽ കൂടി ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് ക്ലിയറാക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക.
വെയിൽ വന്ന് നല്ല വെയിലുണ്ട് ഇപ്പോൾ ഉണ്ടോ, വെയിൽ അടിക്കുന്നുണ്ട്. ഇപ്പം മെല്ലെ മെല്ലെ അങ്ങോട്ട് നീങ്ങട്ടെ. പിന്നെ വെള്ളമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ പുതിയ അതുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും സുഖമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. കാണാം കേട്ടോ. ഓക്കെ.